എല്ലാവരും ആർക്കിടെക്റ്റിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. പക്ഷെ അവരെപ്പോഴും വീടിനെ മോടി കൂട്ടുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആയിക്കോളും അവർ ഡിസൈൻ ചെയ്യുന്നത്. അത് വളരെ ഒരു അപകടകരമായ ഒരു അവസ്ഥയാണ്. പക്ഷേ ഇത് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ വാസ്തു നോക്കണമെന്ന് പറഞ്ഞില്ലേ? സാധാരണ ഒരാൾ വീട് വയ്ക്കുമ്പോൾ അവര് ഏതെങ്കിലും ആർക്കിടെക്ചറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടായിരിക്കും ഇതിന്റെ പ്ലാൻ വരപ്പിക്കുന്നത്. പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് വാസ്തു നോക്കിയിട്ട് വേണോ ഈ പ്ലാൻ വരയ്ക്കാനായി കൊടുക്കേണ്ടത്? അവർക്കൊരു പ്ലാൻ വേണം ആദ്യം. ഈ പറഞ്ഞോണം റഫായിട്ട് ഒന്ന് വരച്ചു കൊണ്ടുവരണം. നമ്മുടെ ഇത് ആദ്യം വരച്ചു കൊണ്ടുവന്നാലേ നമുക്ക് അതിൻ്റെ പാകപ്പിഴകൾ അവരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ അതിൻ്റെ സ്ഥാനം കൃത്യമായി ഓരോ ദിക്കിലും വരേണ്ട സ്ഥാനം കൃത്യമായി മാർക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം അത് ആ രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന എല്ലാവരും ആർക്കിടെക്റ്റിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. പക്ഷെ അവരെപ്പോഴും വീടിനെ മോടി കൂട്ടുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആയിക്കോളും അവർ ഡിസൈൻ ചെയ്യുന്നത്. അത് വളരെ ഒരു അപകടകരമായ ഒരു അവസ്ഥയാണ്. അതായത് ഈ പറയുന്ന സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളോ ഷേപ്പിൽ തന്നെ വരണം. പക്ഷേ അവർ ഡിസൈൻ ചെയ്യുന്നത് ഓരോ ഭാഗങ്ങളും കട്ട് ഓഫ് ആയിരിക്കുള്ളൂ. ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ഓഫ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ, ഈ ഒരു അവസ്ഥയാണ് പല പ്ലാനുകളും ഇപ്പോൾ വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിർമ്മിക്കുന്ന ഭവനം ശരിക്കും പറഞ്ഞാൽ ജീവനില്ലാത്ത അവസ്ഥയാണ് ആ ഭവനത്തിന്. മനസ്സിലായോ? ഒരു ജീവൻ എന്ന് പറയുമ്പോൾ അതിന് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. നമുക്കറിയാം മനുഷ്യ ജീവജാലങ്ങളെല്ലാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ വീടുകളിൽ നമ്മൾ പഞ്ചഭൂതങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വാസ്തു. ഈ പ്രാപഞ്ചികോർജവും പഞ്ചഭൂതങ്ങളാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അതിനകത്ത് ഉൾക്കൊള്ളണം. ആ നിർമ്മിതികൾ അങ്ങനെയാണ് വരേണ്ടത്. എന്നാലേ കൃത്യമായി എനർജി അവിടെ ഊർജം കൃത്യമായിട്ട് വരുള്ളൂ. അത് ഈ പറയുന്ന അവരത് കൃത്യമായി പാലിക്കുന്നില്ല. അവരുടെ ഡിസൈനിങ്ങിൽ വീടിനെ ഇപ്പോൾ കസ്റ്റമർ അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അവർക്കിപ്പോൾ പുതിയ ഡിസൈനിൽ വീട് എങ്ങനെയൊക്കെ മൂടി കൂട്ടാം, കൂടുതൽ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മറ്റുള്ള ഭവിഷ്യത്തുകൾ അത് വിശ്വാസമുള്ളവർക്ക് കേട്ടോ, വിശ്വാസം ഉള്ള വാസ്തുശാസ്ത്രം പാലിക്കുന്നവർക്ക് അത് കൃത്യമായി തന്നെ നോക്കി മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ അതിൻ്റെ പിന്നീടുള്ള അനുഭവങ്ങൾ വളരെ മോശപ്പെട്ടതായിരിക്കും. അത് ഈ പറയുന്ന ആദ്യ കാലഘട്ടങ്ങളിലൊന്നും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. വർഷങ്ങൾ കഴിയുന്തോറും അതിൻ്റെ തിക്തഫലങ്ങൾ ആ വ്യക്തികൾ അനുഭവിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ പഞ്ചഭൂതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. അതായത് ഇപ്പോൾ എല്ലാ വീടുകളും ജനലുകൾ, വാതിലുകൾ കൃത്യമായ സ്ഥാനത്തല്ല. നമുക്ക് രാവിലെ കൃത്യമായ ഉദയം വീടിൻ്റെ അകത്തേക്ക് പാസ് ചെയ്ത് വരണം. ഇത് ഇന്നത്തെ വീടുകളിൽ പലതും കാണുന്നില്ല. അപ്പം നമ്മളൊരു കൺസൾട്ടിങ്ങിന് അവിടെ ചെല്ലുമ്പോൾ ലൈറ്റ് ഇട്ടിട്ടാണ് അവിടെ വെളിച്ചം ആൾക്കാർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കൃത്യമായ വായുസഞ്ചാരവും വെളിച്ചവും കൃത്യമായി കടന്നു പോകേണ്ട ദിശകൾ, കൃത്യമായി ജനലുകളും വാതിലുകളും അത് കൃത്യമായി സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന സൂര്യൻ്റെ വെളിച്ചം തന്നെ ആ വീടുകളിൽ ഉണ്ടാവും. ഇത് പല വീടുകളും ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഞാൻ കുറച്ച് മുന്നേ ഈ വസ്തുവിൽ പറഞ്ഞ അവസ്ഥ തന്നെ കെട്ടിട നിർമ്മാണത്തിൽ ഈ ബ്ലോക്കിങ് വരും. അതായത് കൃത്യമായി പോസിറ്റീവ് എനർജി വീടുകളിലേക്ക്, ഭവനത്തിലേക്ക് കിട്ടുന്നില്ല. ആ ഒരവസ്ഥയാണ് ഇപ്പം നിലവിൽ കണ്ടുവരുന്നത്. സിറ്റികളിലായാലും സിറ്റിയിലാണ് കൂടുതലും ഇങ്ങനെ വരുന്നത് മറ്റുള്ള പ്രദേശങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാവരും ഈ ഡിസൈനിലോട്ട് പോകുന്നതനുസരിച്ച് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ നല്ലോണം ഉണ്ട്. അതിൻ്റെ മാനസിക പിരിമുറുക്കം ഒരു മിക്ക കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ ആവശ്യമുള്ള ഡിസൈൻ ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ 4 കോർണറുകൾ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ
4 ദിക്കും കൂടിച്ചേരുന്ന ഭാഗമാണ് ഈ കോർണർ. ഇവിടെയാണ് ഏറ്റവും ശക്തമായ ഊർജ്ജ മേഖല. അപ്പോൾ ഏതെങ്കിലും ഒരു കോർണർ മിസ്സായി കഴിഞ്ഞാൽ ആ ഊർജ്ജ മേഖല അവിടെ ദുർബലമായി. അപ്പോൾ ഓരോ ദിക്കിലും അതിൻ്റെ ഊർജ്ജ മേഖല ദുർബലപ്പെട്ട് കഴിയുമ്പോൾ അവിടെ ഓരോരോ അനുഭവങ്ങളാണ്. ഇതിനൊരു ഉദാഹരണം നമുക്ക് ഈ ന്യൂയോർക്ക് അവരുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നോക്കിയാൽ അറിയാൻ പറ്റും. സ്ക്വയറോ റെക്ടാങ്കിളോ മാത്രമുള്ള അവരുടെ ബിൽഡിങ്ങുകൾ. അവർ വാസ്തുശാസ്ത്രം പഠിച്ചിട്ടൊന്നുമല്ല. അവർക്കറിയാം ആ ഒരു ബിൽഡിങ്ങിന് ശക്തമായ ഊർജം അവിടെ സാന്നിധ്യമാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയോ, ന്യൂയോർക്കിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയോ, അവിടെ അതേപോലത്തെ ഉള്ള ബിൽഡിങ്ങുകൾ നിർമ്മിതികൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ പറയുന്നത് നമുക്ക് ഈ ശാസ്ത്രം നമുക്ക് എന്ത് താനും നമ്മൾ ഇതിനെ വിരുദ്ധമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് ശാസ്ത്രശാഖയാണ്. പക്ഷേ ഇതിനിപ്പോൾ എല്ലാവരും അന്ധവിശ്വാസമാണ് എന്നുള്ള ആ ഒരു ഇതിലോട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അതിനുശേഷം ഓരോ ദുരിതാനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനേക്ക് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ വൈകിപ്പോയിട്ടുണ്ടാവും. നമുക്കത് പിന്നെ തിരുത്താൻ എത്രയോ മാത്രം സാധിക്കാത്ത അവസ്ഥ വരും. ഒരു നിർമ്മിതി നമ്മളൊരു ഗ്രഹം നിർമ്മിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും ബിസിനസ് സ്ഥാപനമാണെങ്കിൽ എന്താണെങ്കിലും കൃത്യമായിട്ട് ഈ പറയുന്ന സമചതുരമോ ദീർഘചതുരമോ ആയിട്ട് തന്നെ അത് ബിൽഡിങ്ങിന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് ഈ പറയുന്ന അതാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് ഇതിനെ നല്ലോണം ഒരു കൺസൾട്ട് ചെയ്തിട്ട് ഒരു പ്ലാൻ ഡിസൈൻ ചെയ്ത് നമുക്ക് അപ്പോൾ ആർക്കിടെക്റ്റിനും ചെയ്തോ. പക്ഷേ നമ്മളുടെ ആ ഒരു സ്ട്രക്ചറിനെ എപ്പോഴും മാറ്റം വരുത്താത്ത രീതിയിൽ വേണം. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവും. അതിന് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്.